നമസ്കാരം. പ്രകൃതിയുടെ നിഗൂഢതകൾക്കിടയിൽ മനുഷ്യസഹജമായ വികാരങ്ങൾ മൃഗങ്ങളിലും പക്ഷികളിലും എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഉദാഹരണമാണ് നൈജൽ എന്ന കടൽപ്പക്ഷിയുടെ ജീവിതം. ന്യൂസിലൻഡിലെ മനാദ്വീപിൽ ജീവിച്ചിരുന്ന ഗാനറ്റ് വിഭാഗത്തിൽപ്പെട്ട നൈജൽ ലോകത്തിലെ ഏറ്റവും ഏകാന്തനായ പക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ മനുഷ്യർക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര ദീർഘമായ ഏകാന്തതയും സ്നേഹത്തെയും കുറിച്ചുള്ള ഈ കഥ ഏത് കഠിന ഹൃദയത്തെയും ഈർന്നണിയിക്കുന്ന ഒന്നാണ്. വെറുമൊരു പക്ഷിയുടെ ജീവിതത്തിനുമപ്പുറം ബന്ധങ്ങൾക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള ഒരു ജീവിയുടെയും ആത്മദാഹത്തെയാണ് നൈജലിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മനാദ്വീപിൽ നിന്ന് അപ്രത്യക്ഷമായ ഗാനറ്റ് പക്ഷികളുടെ കോളനി തിരികെ കൊണ്ടുവരാൻ പരിസ്ഥിതി പ്രവർത്തകർ ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുന്നു. പക്ഷികളെ ആകർഷിക്കുന്നതിനായി ദശകങ്ങൾ പഴക്കമുള്ള കോൺക്രീറ്റ് പക്ഷികളെ ദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയും അവയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥ പക്ഷികൾ ഇത് കണ്ട് തിരികെ വരും എന്നായിരുന്നു ഗവേഷകരുടെ പ്രതീക്ഷ. എന്നാൽ വർഷങ്ങളോളം ആ ദ്വീപിലേക്ക് തിരികെ വന്ന ഒരേയൊരു യഥാർത്ഥ പക്ഷി നൈജൽ മാത്രമായിരുന്നു. ശബ്ദമില്ലാത്ത, വികാരങ്ങളില്ലാത്ത ഡസൻ കണക്കിന് കോൺക്രീറ്റ് പക്ഷികൾക്കിടയിൽ നൈജൽ തൻ്റെ ജീവിതം ആരംഭിക്കുന്നു. താൻ സ്നേഹിക്കുന്നവർ വെറും കല്ലുകൾ മാത്രമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഏകാന്തത അവനെ തളച്ചിട്ടിരുന്നു. തൻ്റെ ഇനത്തിൽപ്പെട്ട മറ്റ് പക്ഷികൾ അവിടെ ഇല്ലാത്തതിനാൽ നൈജൽ അവിടുത്തെ ഒരു കോൺക്രീറ്റ് പക്ഷിയുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിച്ചു. അതിനരികിൽ കൂടുകൂട്ടുകയും രാത്രികാലങ്ങളിൽ ആ ശിലയോട് വർത്തമാനം പറയുകയും ചെയ്യുന്നത് പതിവായിരുന്നു. മറ്റു പക്ഷികൾ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളും ചിറകടികളും അവൻ ആ കോൺക്രീറ്റ് പ്രതിമയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടേയിരുന്നു. സ്നേഹിക്കാൻ ഒരു കൂട്ടില്ലാത്തതിൻ്റെ വേദനയിൽ അവൻ ആ കല്ലിനെ തൻ്റെ ഇണയായി കരുതി. വർഷങ്ങളോളം നീണ്ട ഈ ഏകാന്തത ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും അവനൊരു യഥാർത്ഥ പങ്കാളിയെ കണ്ടെത്താനോ ഒരു കുടുംബം തുടങ്ങാനോ സാധിക്കില്ല. നിശബ്ദമായ ആ കോൺക്രീറ്റ് ലോകത്ത് അവൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി. 2018 നൈജൽ മരണപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ ആ മരണവാർത്ത വേദനയോടെയാണ് ശ്രമിച്ചത്. വർഷങ്ങളോളം താൻ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ആ കോൺക്രീറ്റ് പക്ഷിയുടെ തൊട്ടരികിൽ തന്നെയായിരുന്നു നൈജലിൻ്റെ ജീവനത്തെ ശരീരവും കിടന്നിരുന്നത്. മരണം വരെയും താൻ സ്നേഹിച്ച ആ കല്ലിനെ വിട്ടുപിരിയുവാൻ അവൻ തയ്യാറായിരുന്നില്ല. നൈജലിൻ്റെ മരണം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം മറ്റ് 3 ഗാനറ്റ് പക്ഷികൾ ആ ദ്വീപിലേക്ക് എത്തിയെങ്കിലും അവരെ വരവേൽക്കുവാൻ നൈജൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ആ കഥയിലെ ഏറ്റവും വലിയ ദുരന്തമായി അവശേഷിക്കുന്നു. സ്നേഹത്തിനും കൂട്ടിനും വേണ്ടിയുള്ള ഏതൊരു ജീവിയുടെയും ദാഹം എത്രത്തോളം തീവ്രമാണെന്ന് നൈജൽ തൻ്റെ നിശബ്ദമായ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു തന്നു. നൈജൽ വെറുമൊരു പക്ഷിയല്ല, മറിച്ച് ഏകാന്തതയുടെയും അനശ്വരമായ സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. വെബ് ഡെസ്ക് തത്വമി TV.